ഹരിയോം. ഇന്ന് നമ്മൾ പോയത് ശ്രീരംഗനാഥ ടെമ്പിൾ, ഭൂലോക വൈകുണ്ഠപുരവാസന. ആ പാട്ട് ശരിക്കും അർത്ഥമാക്കുന്നു. 156 ഏക്കറിലുള്ള സ്ഥലമാണ്. നടന്ന് രംഗനാഥൻ വിഷ്ണു അനന്തശയനത്തിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണെങ്കിൽ കൈ ശിവലിംഗത്തില് അങ്ങനെയാണല്ലോ, കൈ തലക്കിൽ വെച്ചിട്ടുള്ള രൂപം. അപ്പോൾ ഇവിടെ അത്രയധികം 1000 മണ്ഡപം, 1000 കാൽ മണ്ഡപം ഇവിടെയുണ്ട്. ദേവിയുണ്ട്. കണ്ടല്ലേ, സ്വർണത്തിന്റെ വിമാന രൂപത്തിലുള്ള അത് എന്നാണ് ഇതിന്റെ പ്രത്യേകത. സ്വർണം താഴികക്കുടം, അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈശ്വരന്റെ കാൽപാദം എന്നുള്ളതാണ് അവിടെ സങ്കല്പം. അത്രയും ഇത് പറയില്ലേ, 236 അടി ഉയരമുള്ള ഗോപുരമാണ് ഏറ്റവും വലിയത്. അങ്ങനെ 21 ഗോപുരങ്ങളുണ്ട്. 3 ലെയർ കടന്നിട്ടാണ് അമ്പലം തുടങ്ങുന്നത്. അതിലെ രാവിലെ 9 മണി തൊട്ടിട്ട് രാവിലെ 8 മണി തൊട്ടിട്ട് രാത്രി 9 മണി വരെ അന്നദാനമുണ്ട്. ഇത് സ്വർഗവാതിലാണ്. ഇത് സ്വർഗവാതിൽ ഏകാദശി ദിവസം മാത്രമേ തുറക്കുള്ളൂ. അതാണ് ഭൂലോക വൈകുണ്ഠപുരവാസന എന്ന് പറയുന്നത്. അത്രയും ഭംഗിയുള്ളതാണ്, കാണേണ്ട അമ്പലമാണ്. ലോകാത്ഭുതങ്ങളിൽ ഒന്നെന്ന് പറയാം. അത്രയും ആ ഒരു ഇത് കണ്ട് അവിടെ പോയി നടക്കാൻ വയ്യാത്തവർക്ക് വണ്ടിയുണ്ട് കേട്ടോ. വെളുത്ത ഗോപുരം, ബാക്കിയെല്ലാം ഒരു മാതിരിയാണ് ഏകദേശം. അത്രയധികം കാഴ്ച കാണാൻ ശരിക്കും സമ്മതിക്കൂട്ട. ജനറൽ ലൈനുണ്ട്, 100 രൂപയുടെ ലൈനുണ്ട്. അതുകൊണ്ട് ഒരു കുഴപ്പം കൂടാണ്ട് കാണാൻ പറ്റും. ദർശനം സുഖദർശനമാണ്. അവര് കണ്ടിട്ട് നീങ്ങുന്നേ പറയുള്ളൂ. അതുകൊണ്ട് സുഖമായിട്ടുള്ള ദർശനം കിട്ടി. ഈ അത്ഭുതം കണ്ടിട്ടും മതിയാവില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ തമിഴ്നാട്ടിൽ പോകുമ്പോൾ കാണാൻ ഞാൻ ലൊക്കേഷൻ ഷെയർ ചെയ്യാം. ഗോപുരങ്ങളും ഇതൊക്കെ കണ്ട് ആസ്വദിക്കും. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കിട്ടിയ ഫുഡിന് കിട്ടിയ അന്നദാനത്തിന് കിട്ടിയ ടോക്കൺ നമ്പർ ഞാൻ വെറുതെ ചുമ്മാ കാണിച്ചിട്ടാണ്. അത്രയധികം ഭക്ഷണം നല്ല സുഭിക്ഷമായിട്ടുള്ള നല്ല ഭക്ഷണമാണ്. അപ്പോൾ ഭൂലോക വൈകുണ്ഠപുരവാസിനി. ഹരിയോം.